അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാനും വസ്തുക്കളുടെ പേരുകളാണ്. എന്താണ് അവയ്ക്ക് അറബിയിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഞാൻ എൻ്റെ മുമ്പിൽ ഇവിടെ കുറേ വസ്തുക്കൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ് അറബിയിൽ പറയുക എന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യമായിട്ട് ഈ സാധനം ഇതെന്താണ്? ടോർച്ചാണ്, അറിയില്ലേ? ടോർച്ച്. ഇതിനെന്താണ് അറബി പറയുക? കശാഫ് എന്നാണ് പറയുക. എന്താ പറയുക? കശാഫ്. ഞാൻ ബോർഡ് എഴുതി തരാം പിന്നീട് കേട്ടോ. അപ്പോൾ പേര് പഠിക്കുക ആദ്യം. കശാഫ്, മനസ്സിലായില്ലേ? അടുത്തത് കത്തി. ഇതിനെന്താ പറയുക? സിക്കീൻ. സിക്കീൻ, മനസ്സിലായില്ലേ? അടുത്തത് ബ്രഷ്. ബ്രഷ് എന്താ പറയുക? ഫുർഷ. ഫുർഷ, ഫുർഷ. ഓക്കെ. അടുത്തത് ചീർപ്പ്. മുഷ്ത്. മുഷ്ത്, മുഷ്ത്. അടുത്തത് സിഗർ ലാമ്പ്. എന്താ പറയാ? വല്ലാ, വല്ലാ. സ്പൂണ്. എന്താ പറയാ? സ്പൂണ്. മിൽ ആക്ക. എന്താ പറയാ? മിൽ ആക്ക, മിൽ ആക്ക. അടുത്തത് പേസ്റ്റ്. എന്താ പറയാ? മഅജൂൻ. എന്താ പറയാ? മഅജൂൻ. ഓക്കെ. അടുത്തത് സ്റ്റേപ്ലർ. ഇതിനെന്താ പറയാ? ദബ്ബാസ. ദബ്ബാസ. അടുത്തത് ഇതെന്താ സാധനം എന്ന് പറയുന്നത്? നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ചുരണ്ടണ സാധനമാണ്. തൊലി കളയുന്ന സാധനം. വെജിറ്റബിൾസ്, ഉരുളൻകിഴങ്ങ് അതുപോലെയുള്ള സാധനങ്ങൾ തൊലി കളയുന്ന സാധനം. ഇനി മലയാളത്തിൽ എന്താ പറയുക എനിക്കറിയില്ല. അറബിയിൽ ഇതിന് കഷാര എന്ന് പറയാം. കഷാര, കഷാര, മനസ്സിലല്ലേ? അടുത്തത് ഈ സാധനം അറിയില്ലേ? കത്രിക. മക്കസ്. എന്താ പറയാ? മക്കസ്, മക്കസ്. ഓക്കെ. കുപ്പി. കുപ്പിക്ക് എന്താ പറയാ? കാറൂറ. എന്താ പറയാ? കാറൂറ. ഓക്കെ. അടുത്തത് താക്കോല്, ചാവി. ഇതെന്താ പറയാ? മിഫ്താഹ്. എന്താ പറയാ? മിഫ്താഹ്. അടുത്തത് അത്തർ, സുഗന്ധദ്രവ്യം, സ്പ്രേ എന്നൊക്കെ പറയില്ലേ? ഇത് അത്തർ എന്ന് തന്നെ പറഞ്ഞാൽ മതി. അത്തർ, അത്തർ. ബഹാഹ്. ബഹാഹ് എന്ന് പറഞ്ഞാൽ സ്പ്രേ. എല്ലാ സ്പ്രേക്കും ബഹാഹ് എന്ന് പറയാം. നമുക്ക് അത്തർ എന്ന് തന്നെ വിളിക്കാം. അത്തർ, കേട്ടോ. അടുത്തത് പിന്നെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഈ സാധനം ജവ്വാൽ. എന്താ പറയാ? ജവ്വാൽ. ഒന്നും കൂടി പറയാം. എന്താണ്? പേന. പേനക്ക് എന്താ പറയാ? കലം. എന്താ പറയാ? കലം, കലം. ഇത്രയും വസ്തുക്കളാണ് ഇത് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി അതിൻ്റെ എങ്ങനെ അത് എഴുതുക എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ആദ്യമായിട്ട് ടോർച്ച്. ടോർച്ചിന് എന്താ പറയാ? ടോർച്ച്. കശാഫ്. എന്താ പറയാ? കശാഫ്, കശാഫ്, കശാഫ്. കശാഫ് എന്ന് പറഞ്ഞാൽ ടോർച്ച്. ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ട് എഴുതി തരാം കേട്ടോ. ചെറുതാക്കി എഴുതി തരാം. ടോർച്ച്, ടോർച്ച്. അടുത്തത് കത്തിക്ക് എന്താ പറയാ? സിക്കീൻ. സിക്കീൻ. സിക്കീൻ.
കത്തി. സിക്കീൻ കത്തി. ഓക്കെ. അടുത്ത ബ്രഷ്. ബ്രഷ് എന്താ പറയാ? ഫുർഷ. ഫുർഷ ബ്രഷ്. ഫുർഷ ബ്രഷ്. ഓക്കെ. അടുത്തത് പിന്നെ ചീർപ്പ്. ചീർപ്പിന് എന്താ പറയാ? മുഷ്ത്. മുഷ്ത് ചീർപ്പ്. അടുത്തത് സിഗർ ലാമ്പ്. വല്ലാ. വല്ലാ. ലാമ്പ്. ലാമ്പ് നെയ്തല്ലേ, അല്ലെങ്കിൽ വിളക്ക് നെയ്യോട്ടെ. സിഗരറ്റ് ലാമ്പ് കേട്ടോ, വിളക്ക്. ഓക്കെ. അടുത്തത് സ്പൂൺ. സ്പൂൺ എന്താ പറയാ? മിൽ അക്ക. മിൽ അക്ക. മിൽ അക്ക സ്പൂണ്. സ്പൂൺ. സ്പൂണ്. അടുത്തത് പേസ്റ്റ്. പേസ്റ്റ് എന്താ പറയാ? മഅജൂൻ. മഅജൂൻ പേസ്റ്റ്. പേസ്റ്റ്. ഓക്കെ. അടുത്തത് സ്റ്റാപ്ലർ. സ്റ്റാപ്ലർ എന്താ പറയാ? സ്റ്റാപ്ലർ. ദബ്ബാസ. ദബ്ബാസ. സ്റ്റാപ്ലർ. 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 അടുത്തത് മക്കസ്. ഇത് എന്താ പറയാ? കത്രിക. കത്രിക എന്താ പറയാ? മക്കസ്. കത്രിക. കത്രിക. അടുത്തത് ചാവിക്ക് എന്താ പറയാ? മിഫ്താഹ്. മിഫ്താഹ് ചാവി. അടുത്തത് എന്താണ്? അത്തർ നമ്മൾ എഴുതിയോ? അത്തർ. അത്തർ എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യം, സ്പ്രേ അല്ലേ? അത്തർ. അത്തർ എന്ന് പറഞ്ഞാൽ അത്തർ തന്നെയാണ്. അത്തർ അറിയില്ലേ? അത്തർ എന്ന് പറഞ്ഞാൽ അത്തർ കേട്ടോ, സുഗന്ധദ്രവ്യം. അത്തർ എന്ന് പറഞ്ഞാൽ അത്തർ തന്നെ. പിന്നെന്താണ്? ജവ്വാൽ. ജവ്വാൽ. എന്താ ജവ്വാൽ എന്ന് പറഞ്ഞാൽ? മൊബൈൽ. മൊബൈൽ. അത് മതി, അത്രയും എഴുതാൻ സ്ഥലമുള്ളൂ കേട്ടോ. നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം? ഒന്നുകൂടി ഓക്കെ വായിച്ച് നോക്കാം. ഓക്കെ. കശാഫ്. കശാഫ് ടോർച്ച്. കശാഫ് ടോർച്ച്. സിക്കീൻ കത്തി. ഫുർഷ ബ്രഷ്. മുഷ്ത് ചേർപ്പ്. വല്ലാ വിളക്ക്. മിൽഅക സ്പൂണ്. മഅജൂന് പേസ്റ്റ്. ദബ്ബാസ സ്റ്റാപ്ലർ. മക്കസ് കത്രിക. മിഫ്താഹ് ചാവി. അത്തർ അത്തർ തന്നെ. ജവ്വാൽ ജവ്വാൽ. എത്രനായി? 1 2 3 4 5 6 7 8 9 10 11 12 സാധനം. 3 സാധനം വിട്ടുപോയില്ലേ? എഴുതാൻ സ്ഥലമല്ല. അത് മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി വായിച്ചു നോക്കാം. ഓക്കെ. അറബി മാത്രം ഞാൻ വായിച്ചുതരാം, മലയാളം അവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. കശാഫ്. സിക്കീൻ. ഫുർഷ. മുഷ്ത്. വല്ലാ. മിൽഅക. മഅജൂൻ. ദബ്ബാസ. മഖസ്. മിഫ്താഹ്. അത്തർ. ജവ്വാൽ. മനസ്സിലല്ലേ? ഇത്രയും ഭാഗമാണ്
നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കുക, പഠിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.